ഹലോ മക്കളെ, എല്ലാവരും ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിനെ പറ്റി കേട്ട് കാണും, അഥവാ IMO. IMOട് ഇക്വലൻസ് ഉള്ള മറ്റൊരു എക്സാമിനേഷൻ ഉണ്ട്. അതാണ് അമേരിക്കൻ മാത്തമാറ്റിക്കൽ കോമ്പറ്റീഷൻ അഥവാ AMC എന്ന് പറയുന്ന എക്സാമിനേഷൻ. AMC എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബോഡി MAA അഥവാ മാത്തമാറ്റിക്കൽ അസോസിയേഷൻ ഓഫ് അമേരിക്ക. സോ ഈ കാണുന്ന പരീക്ഷ നിങ്ങൾക്ക് എഴുതുന്നതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ആണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കാം ഈ കാണുന്ന എക്സാം ആർക്കെല്ലാം എഴുതാൻ വേണ്ടി സാധിക്കുമെന്ന്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ചോദ്യം ഉണ്ടാകും, 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒറ്റ പരീക്ഷയാണോ? ഒരിക്കലും അത്തരത്തിലല്ല. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ AMC 8 എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. ആൻഡ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിന് വേണ്ടി AMC 10ഉം 11th and 12th സ്റ്റാൻഡേർഡിന് വേണ്ടി AMC 12ഉമാണ് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് AMC എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ എല്ലാ മക്കളുടെയും പ്രോബ്ലമാറ്റിക് സ്കില്ലാണ് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന് വ്യൂ പോയിന്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് മാത്സിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് എക്സാം നിങ്ങൾ എഴുതുന്നതോടൊപ്പം തന്നെ. നമുക്ക് ഓരോ കാറ്റഗറിയും ഏറ്റവും ഗംഭീരമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് പറയുന്നു AMC 8. AMC 8 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വെച്ച് 25 മാർക്കാണ് ഉണ്ടാവുക. ഈ ഒരു 25 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് 40 മിനിറ്റ് ആണ്. സോ 40 മിനിറ്റ് 25 ക്വസ്റ്റ്യൻ, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുന്നില്ല. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചാണ് നേടാൻ വേണ്ടി സാധിക്കുക. എക്സാംസ് നടക്കാൻ വേണ്ടി പോകുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി 2026 അതെല്ലാവരും മനസ്സിലാക്കുക. ഒരുപാട് സമയം നമുക്ക് ഇപ്പോഴുണ്ട്. ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് നമുക്ക് AMC എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നമ്മളിത് AMC 8 പരിശോധിച്ച് കഴിഞ്ഞു. അതായത് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷനായ AMC 8 കംപ്ലീറ്റ് പരിശോധിച്ച് കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്ന ഈ AMC 10ലേക്ക്. അത് 9ാം ക്ലാസ്സും 10ാം ക്ലാസ് വരെയുള്ള എക്സാമിനേഷനാണ് AMC 10 എന്ന് പറയുന്നത്. AMC 10നകത്തായാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് യാതൊരു മാറ്റവുമില്ല. 25 ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കാം. പക്ഷേ മാർക്കിനകത്ത് മാറ്റമുണ്ട്. ഒരു ഉത്തരം ശരിയാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് 6 മാർക്കാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഉത്തരം തെറ്റാണെങ്കിൽ 0 മാർക്ക് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ അൺആൻസർ ചെയ്തു, അതേ ക്വസ്റ്റ്യൻ ലീവ് ചെയ്തു, ആ നിമിഷം നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് 1.5 മാർക്സ്. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും, 1.5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. മൊത്തം ഈ കാണുന്ന പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ 150 മാർക്കിലാണ് പരീക്ഷ ഉണ്ടാവുക. ആൻഡ് സമയം നമുക്ക് ഉണ്ടാവുന്നത് 75 മിനിറ്റ് അഥവാ 1.25 മണിക്കൂറാണ് ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയം. നമ്മൾ AMC 10നെ ബേസിക്കലി 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. ഒന്ന് AMC 10Aയും മറ്റൊന്ന് AMC 10Bയും. കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് AMC 10Aയും AMC 10Bയും. മക്കൾ രണ്ടും നമുക്ക് എന്താണ് സെയിം എക്സാം പോലെ തന്നെ വരുന്നതാണ്. സെയിം സിലബസിലുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് 10Aയിലും 10Bയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ കാണുന്ന 2 എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഒരെണ്ണം മാത്രം എഴുതിയാലും മതിയോ? അതും പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈ കാണുന്ന 2 എക്സാമിൽ ഏതിലാണ് നിങ്ങൾക്ക് ബെസ്റ്റ് സ്കോർ വരുന്നത് ആ കാണുന്ന സ്കോറായിരിക്കും കൺസിഡർ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്ക് അറിയാം 150 മാർക്കിലാണ് വരുന്നത്. 150 മാർക്കിൽ കട്ട് ഓഫ് നമുക്ക് എന്താണ് 110 മാർക്ക് വന്നു. നിങ്ങൾ AMC 10 എഴുതി AMC 10 നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് 90 ആണെന്ന് വരിക്കാം. AMC നമുക്ക് എന്താണ് ഒരു 10B നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന മാർക്ക് 120 ആണെന്ന് വരിക്കാം. സോ ഓട്ടോമാറ്റിക് എന്താണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തു. എന്തുകൊണ്ടാണ് AMC 10Bക്ക് എന്താണ് 120 മാർക്ക് ഉണ്ട്, കട്ട് ഓഫ് 110 മാർക്കായിരുന്നു. സോ അതുകൊണ്ട് 2 എക്സാം എഴുതുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഒരെണ്ണം ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് എന്താണ് അടുത്തതിൽ പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. ഈ 2 എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന സമയം എന്ന് പറയുന്നത് നവംബർ മാസമാണ്. നവംബർ 2025 ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. ആൻഡ് ഒറ്റ ആഴ്ച മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതായത് നവംബർ ഫസ്റ്റ് വീക്ക് നമുക്ക് AMC 10A ഉണ്ടെങ്കിൽ നവംബർ സെക്കൻഡ് വീക്ക് നമുക്ക് AMC 10B ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾക്കിനി AMC 12 പരിശോധിക്കാം. 11th-ലും 12th-ലും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് AMC 12. 10th പോലെ തന്നെ, അതായത് AMC 10 പോലെ തന്നെയാണ് ഇവിടുത്തെയും എക്സാം സ്ട്രക്ചർ വരുന്നത്. മൊത്തമായിട്ട് പറയുമ്പോൾ നമുക്ക് വരുന്നത് 25 ക്വസ്റ്റ്യൻസ്. ഒരു ഉത്തരം ശരിയാവുകയാണെങ്കിൽ 6 മാർക്ക് ലഭിക്കും, തെറ്റാണെങ്കിൽ നമുക്ക് എന്താണ് 0 മാർക്കായിരിക്കും. ഇനി നിങ്ങൾ ഉത്തരം എഴുതിയില്ലെങ്കിലോ 1.5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ മൊത്തം നമുക്ക് എന്താണ് ഒരു 150 നടക്കുന്ന പരീക്ഷയ്ക്കകത്ത് ഇവിടെ നമുക്ക് എന്താണ് 2 സെക്ഷനായിട്ടുണ്ട്. ഒന്ന് AMC 12A ഉണ്ട്, AMC 12Bയും ഉണ്ട്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2 നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പയർ ചെയ്യാം. ഇനി ഒന്നും മാത്രം അപ്പയർ ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് എല്ലാ മക്കളും മനസ്സിലാക്കി വെക്കാം. എക്സാമിനേഷൻ ടൈം വരാൻ വേണ്ടി പോകുന്നത് ഇവിടെയും 75 മിനിറ്റ്സ് തന്നെയാണ്. സോ AMC 10ൻ്റെയും AMC 12ൻ്റെയും നമുക്ക് എക്സാം പാറ്റേൺ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാം സെയിം ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവാർഡ്സും അതുപോലെ മെഡൽസും എല്ലാം തന്നെയുണ്ട്. അതിന് പുറമെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ടുള്ള MIT പഠിക്കുന്ന അവസരമാണ് ലഭിക്കുക. സോ ഇത്തരത്തിൽ ഒരുപാട് റെക്കഗ്നേഷൻ നമുക്ക് എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് അമേരിക്കൻ മാത്തമാറ്റിക്സ് കോമ്പറ്റീഷൻ അഥവാ AMC എന്ന് പറയുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ ഫീസിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാണുന്ന എക്സാം ഫീസ് എന്ന് പറയുന്നത് ₹1950 ആണ്. പക്ഷേ സൈല മക്കൾക്ക് ഒരു ചെറിയ ഓഫർ ഉണ്ട്. സൈല മക്കളാണ് നിൽക്കുന്നതാണ് ഈ ഒരു എക്സാം ഫീസ് വരുന്നത് ₹1200 മാത്രമാണ്. ആൻഡ് നിങ്ങൾ എല്ലാവരും ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കണം, Xylem AMC. ഇനി നിങ്ങൾക്ക് 2 എക്സാമും എഴുതണം. ഫോർ എക്സാമ്പിൾ AMC 10A എഴുതണം, AMC 10B എഴുതണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 വട്ടം ഫീസ് അടക്കേണ്ട ഒരു ആവശ്യമുണ്ട്.
ആ നിമിഷം നിങ്ങൾക്ക് എന്താണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് 2400 രൂപയായിരിക്കും. ആൻഡ് അവിടെ നിങ്ങളാണ് ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞാൽ Xylem AMC Dual. സോ എല്ലാ മക്കളും രജിസ്ട്രേഷൻ സമയത്ത് ഈ കാണുന്ന കൂപ്പൺ കോഡ്സ് എല്ലാം തന്നെ ഉപയോഗിക്കണം. നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവേണ്ടി പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1950 ആയിരിക്കും. Xylem കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 1200 റുപ്പീസിന് ഈ കാണുന്ന ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ എല്ലാ മക്കളും എത്ര വേഗം തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. Xylem ഒളിമ്പ്യാഡ്സിന് വേണ്ടി ഏറ്റവും ഗംഭീരമായ ഒരു ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഒളിമ്പ്യാഡ് ആവശ്യമായിട്ടുള്ള എല്ലാ കോണ്ടന്റും നമ്മളുടെ ആ കാണുന്ന ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേര്. സോ ഗൈസ്, ബൈ, താങ്ക് യു ആൻഡ് signing off, Afnas Eke from Xylem Learning.